കോട്ടയം വൈക്കം മുറിഞ്ഞപുഴയിൽ വള്ളം മറിഞ്ഞൊരാളെ കാണാതായി. ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. 42-കാരനായ കണ്ണനെയാണ് കാണാതായത്. 23 പേരടങ്ങുന്ന സംഘമായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. കണ്ണൻ ഒഴികെയുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചു. ഓളം തള്ളി 3 പ്രാവശ്യം ഓളം തള്ളി വള്ളം മുങ്ങുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും വള്ളത്തെ പിടിച്ചു കിടന്നു. വള്ളം താഴ്ന്നു പോയിരുന്നു. അങ്ങനെ എല്ലാവരും താഴേക്ക് പോയി. കുറെ നേരം അവിടെ കിടന്ന് ഇതായി. ഞങ്ങള് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴൊരു വള്ളം വന്നത്. അപ്പൊ ആ വള്ളത്തെ എല്ലാവരും പിടിച്ച് കിടന്ന്. വേമ്പനാട്ടുകായലിൽ മുങ്ങിയ വള്ളം 1.5 കിലോമീറ്റർ മാറി മുക്കം ജെട്ടി ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശ്യാം പ്രസാദ് തമ്മൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഏകദേശം വൈകുന്നേരത്തോടടുക്കുന്ന ഉച്ചകഴിഞ്ഞ സമയത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മുതൽ കണ്ണനായുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. എങ്ങനെ തെരച്ചിൽ പുരോഗമിക്കുന്നു? അക്ഷയ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് മരണാനന്തര ആവശ്യത്തിന് വേണ്ടി പെരുമ്പളത്ത് നിന്നും വന്ന സംഘമാണ്. അതിൽ 23 പേരടങ്ങുന്ന സംഘത്തിലാണ് നിലവിൽ 22 പേരെയും രക്ഷപ്പെടുത്തി ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിശക്തമായ രീതിയിലുള്ള കാറ്റും തിരയും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ സ്ക്യൂബ ടീമാണ് തെരച്ചിൽ നടത്തുന്നത്. റെസ്ക്യൂ ബോട്ട് അല്പം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തുകയും അവരെ തിരികെ അങ്ങോട്ടൊക്കെ അയക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മോടൊപ്പം ചെമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രമേശൻ ചേരുന്നുണ്ട്. നിലവിലിപ്പോൾ രക്ഷപ്പെട്ടവരെ എങ്ങോട്ടേക്കാണ് മാറ്റിയേക്കുക? എങ്ങനെയാണ് ഇതിന്റെ കാര്യം? രക്ഷപ്പെട്ടവരെ 22 പേരും രക്ഷപ്പെട്ടിരുന്നു. അവരെ ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ റെസ്ക്യൂ ബോട്ടിൽ ഇപ്പോൾ പാണാവള്ളിയിലേക്ക് റവന്യൂ അധികാരികളും പഞ്ചായത്ത് ചുമതലക്കാരും എല്ലാവരും കൂടി സ്വീകരിച്ച് പാണാവള്ളിയിലേക്ക് അവരുടെ സ്വദേശത്തേക്ക് പോയിരിക്കുകയാണ്. 2 പേര് വൈക്കം ഗവൺമെൻറ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഹാജരാക്കിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് വെള്ളം ഉള്ളിൽ ചെന്നതുകൊണ്ടാണ് അവരെ അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ ഇവിടെ ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ വലിയൊരു അപകടം ഉണ്ടാകാതെ പോയി. സമയത്ത് ആളുകളുടെ ഒരു ശ്രദ്ധയും പ്രത്യേകിച്ച് പെരുമ്പളത്തേക്കുള്ള ഒരു വള്ളവും ഇതുവഴി കടന്നു പോകാൻ എത്തിയത് വളരെ ഉപകാരമായി. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആപത്ത് വരാതെ രക്ഷാപ്രവർത്തനം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പ്രദേശത്തുള്ള വള്ളങ്ങളെല്ലാം ഉടനെ തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. പിടിക്കണം. ഓക്കെ, എന്തായാലും നിലവിലിപ്പോൾ നമ്മൾ കാണുന്ന ആ ഭാഗത്താണ് തിരച്ചിൽ നടക്കുന്നത്. സ്ക്യൂബ ടീമാണ് ഇത് സംബന്ധിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ റെസ്ക്യൂ ബോട്ടിലും തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നിലവിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് വേമ്പനാട്ടുകായലും അതോടൊപ്പം തന്നെ മുറിഞ്ഞപുഴ ആറും സംഗമിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ വലിയ തരത്തിലുള്ള ഓളവും താഴെ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുമുണ്ട്. അതുതന്നെയാണ് ഈ പറയുന്ന കണ്ണൻ എന്നയാൾ ഒരുപക്ഷെ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മുങ്ങിത്താണ് പോയത്. രക്ഷാദൌത്യത്തിനുൾപ്പെടെ വലിയ വെല്ലുവിളിയാകുന്നു എന്നുള്ളതാണ്. കണ്ണനായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു.